പ്രിൻസസിൻ്റെയും ഷാജിങ്ഷിയുടെയും വെഡ്ഡിംഗ് നൈറ്റ് ആണല്ലോ അന്ന്. പക്ഷെ രാത്രി ഒരുപാട് വൈകിട്ടും ഷാജിങ്ഷി അവളുടെ അടുത്തേക്ക് ചെല്ലാതെ കൊച്ചു മാറി ആ മേശയുടെ അടുത്തായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പ്രിൻസസ് കാത്തിരുന്ന് മുഷിയുന്നുണ്ട്. അവസാനം നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ ഇരിക്കാനാണോ അവൻ്റെ പ്ലാൻ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ ക്ഷമ നശിച്ച് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോഴും ഷാജിങ്ഷി അവളോടൊട്ടും താല്പര്യമില്ലാത്തതുപോലെ അവനെ ഒരേ ഇരിപ്പിരിക്കുകയാണ്. അവസാനം അവൾ സ്വന്തമായിട്ട് തന്നെ ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞിട്ട് അവനെയും അതിന് ഫോഴ്സ് ചെയ്യുന്നു. പക്ഷേ അവൻ എഴുന്നേറ്റ് മാറി എന്നിട്ട് അവളോട് പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നുണ്ട്. പ്രിൻസസ് പക്ഷെ അപ്പോഴും വിടാൻ ഭാവമില്ലാതെ ഓടിച്ചെന്ന് അവനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് നിന്റെ മനസ്സിൽ ഇക്ഷ്യാവോയ്ക്കാണ് സ്ഥാനമെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അവളുടെ സ്ഥാനത്തേക്ക് കയറി പറ്റാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അവൻ പക്ഷെ അവളുടെ കൈകളൊക്കെ ബലമായി പിടിച്ച് മാറ്റിയിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് പ്രിൻസസ് തൻ്റെ 19ാമത്തെ അടവ് പുറത്തെടുക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നിന്നെ സഹായിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ് അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു ടോക്കൺ എടുത്ത് അവനെ കാണിക്കുന്നു. മുമ്പ് രാജാവിൻ്റെ റൂമിൽ അവൾ ഉണ്ടായിരുന്ന സമയത്ത് ആ സെർവൻ്റ് കൊണ്ടുവന്ന് അവിടെ സൂക്ഷിച്ചു വെച്ച ആ ടോക്കൺ അവൾ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് അവർക്ക് സുഖമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. ഇന്ന് രാത്രി തന്നെ അവർ രക്ഷപ്പെട്ടു പോകുമെന്ന് ആരും പ്രതീക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെയാണ് അതിന് പറ്റിയ ഏറ്റവും നല്ല ചാൻസ് എന്ന് അവൾ പറയുന്നു. ഷാജിങ്ഷിക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണെങ്കിലും അവൻ ആദ്യം അതിന് തയ്യാറാവാതെ ഇത് ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് അവൾക്ക് അറിയാമോ എന്ന് അവളോട് ചോദിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് നിന്റെ മനസ്സിലുള്ള ഇക്ഷ്യാവോയുടെ സ്ഥാനത്തേക്ക് കയറി പറ്റാൻ സാധിക്കുക എന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. അവൾക്ക് തൻ്റെ ഭാര്യ എന്നുള്ള പദവി നൽകുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഒരിക്കലും താൻ അവളെ സ്നേഹിക്കില്ല എന്ന് ഷാജിങ്ഷി അവളോട് തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നോട് കടപ്പാടുണ്ടായിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇത് കാരണം നീ എനിക്ക് ഒരു കടപ്പാടും ഉണ്ടാക്കുന്നില്ല, ഞാനിത് മനസ്സോടെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെ വീണ്ടും അവനെ പ്രേരിപ്പിക്കുകയാണ്. സുയിക ഇതൊന്നും അറിയാതെ ഇക്ഷ്യാവോയുടെ കൈയും പിടിച്ച് ആ തെരുവിലൂടെ ഇങ്ങനെ റൊമാൻസ് ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പതിയെ അവൻ്റെ കയ്യിൽ നിന്ന് കൈ വിടുവിച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്നു. പക്ഷേ അവൻ വീണ്ടും അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് നിന്നൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റോസ്റ്റഡ് മീറ്റ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അടുത്തിടെ അവൻ്റെ വീട്ടിലെ ഫുഡിനെ പറ്റി അവൾ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് അവൾക്ക് രുചിയുള്ള കുറച്ച് ഇറച്ചി വിഭവങ്ങളൊക്കെ നൽകാമെന്ന് കരുതിയാണ് അവൻ അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവനിങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പരിചയമില്ലെങ്കിലും ഇതിപ്പോൾ അവൾക്ക് വേണ്ടി പ്രത്യേകം ചോദിച്ചറിഞ്ഞാണ് ഈ സ്ഥലം കണ്ടുപിടിച്ച് അവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന മീറ്റ് അവളുടെ ടേസ്റ്റിനനുസരിച്ച് നല്ല സ്പൈസി ആയിട്ടാണ് അവൻ റെഡിയാക്കുന്നത്. അത് കണ്ടപ്പോൾ അവന് സാധാരണ ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ചേർക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൾക്ക് അങ്ങനെ കഴിക്കാനല്ലേ താല്പര്യം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൻ പറയുന്നു. അത് മാത്രമല്ല അവളുടെ ഫുഡിലുള്ള താല്പര്യം എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ വാച്ച് ചെയ്തതിൽ നിന്ന് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത്ര കാര്യമായിട്ടൊക്കെ അവൻ തൻ്റെ ഇഷ്ടങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് അവൾ ചോദിച്ചപ്പോൾ നീ കുറേ കാലമായിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഇത്രയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷുഗയുടെയും ഫുയുവിൻ്റെയൊക്കെ ഇഷ്ടങ്ങളും അവൻ അറിയാമോ എന്ന് ചോദിച്ച് അതിനെപ്പറ്റി പറയാൻ അവൾ പറയുന്നുണ്ട്. അറിയാമെന്ന് പറഞ്ഞാൽ അവൻ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവന് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ലെന്നല്ല, സത്യത്തിൽ അവൻ അറിയില്ല. അതോടെ അവൾ ചിരിച്ചുകൊണ്ട് അതെടുത്ത് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെയും കുറേ സമയം രണ്ടുപേരൂടെ തമാശകളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് വൈകിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അടുത്ത ദിവസം രാവിലെ സുയിക ഉണർന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കുമാണ് ഷുഗെ ഓടി വന്നിട്ട് ഷാജിങ്ഷി ഇങ്ങനെ പ്രിൻസസിനൊപ്പം എസ്കേപ്പ് ആയി എന്നുള്ള വിവരം അവനെ അറിയിക്കുന്നത്. അവളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്ന ഇക്ഷ്യാവോയും ഇത് കേൾക്കുന്നുണ്ട്. രാജാവും രാജ്ഞിയും ഈ വിവരം അറിഞ്ഞ് ആകെ ഷോക്കായിരിക്കുകയായിരുന്നു. രാജ്ഞിക്ക് വലിയ ഷോക്കൊന്നുമില്ല, പക്ഷെ രാജാവ് ആകെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് തൻ്റെ ആളുകളെ അയക്കാമെന്ന് രാജ്ഞി പറയുന്നുണ്ടെങ്കിലും രാജാവ് അത് സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ സുയികയാണ് മനസ്സിൽ വരുന്നത്. അങ്ങനെ അവനോട് എത്രയും പെട്ടെന്ന് അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് പുറപ്പെട്ടു പോകാനായിട്ട് അദ്ദേഹം ഓർഡർ നൽകുന്നു. അല്ലെങ്കിൽ തന്നെ സുയിക അവളെ അന്വേഷിച്ച് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തലേ ദിവസം ഷാജിങ്ഷിയുടെ കൊട്ടാരത്തിന് മുന്നിൽ കാവലുണ്ടായിരുന്ന കാവൽക്കാരെല്ലാം മയങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടൊക്കെ ഇതിനകം അവന് കിട്ടുന്നുണ്ട്. അതിനിടയിലാണ് ഷുഗെ ഗേറ്റിൽ അന്വേഷിച്ചിട്ട് ഒരു ഇമ്പീരിയൽ ടോക്കൺ കാണിച്ചിട്ടാണ് ഇവർ പാസ് ചെയ്ത് പോയത് എന്നുള്ള വിവരമെന്ന് പറയുന്നത്. ഷാജിങ്ഷി ജീഷു ലക്ഷ്യമാക്കി ഏത് വഴിയായിരിക്കും പോയിരിക്കാൻ സാധ്യത എന്നൊക്കെ സുയിക ഇമാജിൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്ന ഇക്ഷ്യാവോയും ഇതിന് അവനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ അവർ പോയിരിക്കാൻ സാധ്യതയുള്ള വഴിയിൽ അവർ 2 ടീമുകളായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. സുയികയും ഫുയുവും യുൻഫാങ്ങും കൂടിയാണ് ഒരു വഴിക്ക് കൂടി പോകുന്നത്. ഷുഗെ കുറേ സൈനികർക്കൊപ്പം മറ്റൊരു വഴിയിലൂടെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ അതിർത്തി പോസ്റ്റുകളിലൊക്കെ ഇവരെ കാണുകയാണെങ്കിൽ തടയാൻ പ്രാവുകൾ വഴി മെസ്സേജ് അയക്കാനും അവൻ ഓർഡർ നൽകുന്നുണ്ട്. ഷുഗയൊക്കെ ആർമി ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന കുതിരകൾക്ക് ഷാജിങ്ഷിയുടെ ഒരു സ്പൈ എന്തോ മരുന്ന് കലക്കി നൽകിയിട്ടുണ്ടായിരുന്നു. അതിവരെ അറിയുന്നില്ല.
സുയിക ഇങ്ങനെ പുറപ്പെടുന്നതിന് മുമ്പ് ഇക്ഷ്യാവോ അവൻ്റെ ഒപ്പം ചെല്ലാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ തങ്ങൾക്കൊപ്പം വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് അവൻ അവളെ കൂടെ കൊണ്ടുപോകാതെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. അവൾ ഈ സമയം വെറുതെ നിന്ന് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിലാണ് ഷാജിങ്ഷി ഏത് വഴിക്കായിരിക്കും പോകാൻ സാധ്യത, അവൻ്റെ പ്ലാൻ എന്തായിരിക്കും എന്നൊക്കെ ഇവൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നത്. അപ്പോഴാണ് സുയികയെ ട്രാപ്പിലാക്കാൻ തന്നെ ആയിരിക്കും അവൻ്റെ ഉദ്ദേശം. എന്തായാലും സുയിക ഇങ്ങനെ ഫോളോ ചെയ്യുമെന്ന് ഷാജിങ്ഷിക്ക് അറിയാം. ആ സമയത്ത് എവിടെയെങ്കിലും വെച്ച് ഷാജിങ്ഷി അവനെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇക്ഷ്യാവോയ്ക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വേഗം അമ്പും വില്ലുമൊക്കെ എടുത്ത് ഒരു കുതിരപ്പുറത്ത് അവർ പോയ വഴിയെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. സുയികയുടെ ടീം കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് മുന്നിലായിട്ട് ഷാജിങ്ഷിയുടെ വണ്ടി കാണുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് എത്താറായപ്പോഴേക്കും പക്ഷേ അവർക്ക് മുന്നിൽ ഒരു ട്രാപ്പ് ഒരുങ്ങുന്നു. അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്ന വേറാനും അവൻ്റെ ആൾക്കാരും കൂടി ഇവർക്ക് മുന്നിലായിട്ട് ഒരു വല കാണാത്ത രീതിയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് വലിച്ചു പൊക്കുന്നുണ്ട്. എന്തായാലും സുയിക അത് കണ്ട് പെട്ടെന്ന് തന്നെ കുതിരയെ പിടിച്ച് നിർത്തുന്നതിനാൽ അവർ വീഴുന്നില്ല. അതുവഴി പാസ് ചെയ്തു പോകുന്ന വേറാനെയും അവൻ കാണുന്നുണ്ട്. വേറാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഷാജിങ്ഷി നേരത്തെ തന്നെ ഇതേപോലെ അതിർത്തിക്കടുത്ത് കാത്തു നിൽക്കണമെന്ന് വേറാന് നിർദ്ദേശം നൽകിയിരുന്നല്ലോ. അതുകൊണ്ടാണ് തക്ക സമയത്ത് വേറാൻ ഇവിടെ എത്തിയത്. ഇത് മാത്രമല്ല, ഇതിന് പിന്നെ വേറാൻ്റെ കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്ന് സുയികയൊക്കെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഫൈറ്റ് തന്നെ അവർക്ക് നടത്തേണ്ടി വരുന്നുണ്ട്. 3 പേർ മാത്രമേ ഉള്ളായിരുന്നെങ്കിലും അവരെല്ലാം ഇവർക്ക് ഒന്നൊടുക്കുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഷുഗയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികരും കൂടി ഓടിപ്പിടിച്ച് അതുവഴി വരുന്നത് ഇവർ കാണുന്നത്. ആകെ ഓടിത്തളർന്ന അവസ്ഥയിലാണ് ഇവർ വരുന്നത്. അവർ പുറപ്പെട്ട് കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ അവർക്ക് ഒപ്പമുണ്ടായിരുന്ന കുതിരകൾ തളർന്ന് വീഴുകയായിരുന്നു. ക്യാമ്പിലുള്ള ആരോ കുതിരകൾക്ക് അതിനുള്ള മരുന്ന് നൽകിയിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ഓടിയാണ് ഇവർ വന്നുകൊണ്ടിരുന്നത്. എല്ലാം കൂടി ആയപ്പോൾ ഷാജിങ്ഷി നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ രക്ഷപ്പെടൽ നടത്തിയെന്ന് സുയികയ്ക്ക് മനസ്സിലാവുന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന മാപ്പ് എടുത്ത് നോക്കി ഇനി എങ്ങോട്ടായിരിക്കും ഷാജിങ്ഷി പോയിരിക്കാൻ സാധ്യത എന്ന് കണക്ക് കൂട്ടി അവിടേക്കും 2 ടീമുകളായിട്ട് പിരിഞ്ഞ് പോകാനായിട്ട് നിർദ്ദേശം നൽകുന്നു. എന്നിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഷാജിങ്ഷിയുടെ ടീം ഒരു സെക്യൂരിറ്റി ഗേറ്റിന് മുന്നിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ച് അവർ ചെക്കിങ്ങിനായി വരുന്ന സമയത്ത് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്ന് കരുതി എല്ലാവരും ആയുധത്തിൽ മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പ്രിൻസസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോക്കൺ എടുത്ത് അവരെ കാണിച്ചിട്ട് ഇത് കണ്ടാൽ രാജാവിനെ കാണുന്നത് പോലെയാണ്, അതുകൊണ്ട് തങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് പറയുന്നു. അത് ശരിക്കും രാജാവിനെ കാണുന്നത് പോലെ തന്നെ പവറുള്ള ടോക്കൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ അവർ ആ കടമ്പ കടന്ന് പോകുന്നുണ്ട്. ആ ഗേറ്റ് കടന്ന് പോയി കഴിയുമ്പോൾ ഇവർ സുഷയുടെ അതിർത്തി കടന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസസ് ചെറിയ വിഷമത്തോടെ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൾക്ക് വേണമെങ്കിൽ ഇപ്പോഴാണെങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്മാറാം, അവളെ അവിടെ വിട്ടിട്ട് പോകാൻ താൻ തയ്യാറാണ് എന്ന് ഷാജിങ്ഷി ഇപ്പോഴും അവളോട് പറയുന്നുണ്ട്. പക്ഷേ അവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ജിഷുവിൽ എത്തിക്കാമെന്ന് താൻ വാക്ക് കൊടുത്തതല്ലേ, അതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ, എൻ്റെ ചേട്ടനെ എനിക്ക് നിരാശപ്പെടുത്തേണ്ടി വന്നു എന്ന് അവൾ ചെറിയ വിഷമത്തോടെ പറയുന്നുണ്ട്. അവർ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ വഴി ഒരിടത്ത് വെച്ച് 2ആയി പിരിയുന്നുണ്ട്. അതിലൊന്ന് നേരെ അവർ നേരത്തെ ലക്ഷ്യം വെച്ച് വന്ന അതിർത്തിയിലേക്ക് പോകുന്നതാണ്. മറ്റേത് അവരുടെ തന്നെ രാജ്യത്തുള്ള മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുന്നതാണ്. തങ്ങളിപ്പോൾ നേരെ അതിർത്തിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത എന്ന് കരുതി സുയിക ആ വഴി വന്ന് തങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വഴി പോവാതെ മറ്റേ ഭാഗത്തുകൂടി ജിഷുവിലേക്ക് പോകാമെന്ന് ഷാജിങ്ഷി നിർദ്ദേശിക്കുന്നു. പക്ഷേ അതുവഴി പോകുമ്പോൾ അവൻ്റെ കൺട്രോളിലുള്ള അതിർത്തിയിലല്ല അവർ എത്തിപ്പെടുന്നത്, മറ്റൊരു ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സൈനികർ തങ്ങളെ ഉറപ്പായിട്ടും രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത് രാജാവിൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഇവനിപ്പോൾ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് സേഫ് ആണോ എന്നുള്ള ആശങ്ക വേറാൻ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ സുയികയുടെ കയ്യിൽ പെടുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് അതുവഴി പോകാൻ തന്നെ ഷാജിങ്ഷി നിർദ്ദേശിക്കുന്നുണ്ട്. ചെറിയൊരു നീരൊഴുക്കുള്ള ഭാഗത്ത് വെച്ചാണ് ഇവർ വഴി മാറി പോകുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഇക്ഷ്യാവോ ആ സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ അവൾക്കും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അവൾ താഴെ ഇറങ്ങി വഴിയിലുള്ള കുതിരയുടെയും കുതിരവണ്ടിയുടെയും അടയാളങ്ങളൊക്കെ പരിശോധിക്കുന്നു. അങ്ങനെ ഷാജിങ്ഷി ഏത് വഴിക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൂഹിച്ച് അവൾ അതുവഴി ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഷാജിങ്ഷിയൊക്കെ ഇപ്പോൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ തുരങ്കം പോലെയുള്ള ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. അവിടം കൂടി കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഷയുടെ അതിർത്തി കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞ് ജിഷുവിലേക്ക് എത്തും. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഷാജിങ്ഷി അങ്ങനോട് പറയുന്നുണ്ട്. പക്ഷെ അവർ അതിൻ്റെ അറ്റത്തെത്തിയപ്പോഴേക്കും സുയിക അവർക്ക് മുന്നിലേക്ക് എത്തുന്നു. അവർക്ക് നേരെ ആക്രമണമുണ്ടായ സ്ഥലത്ത് വെച്ച് ആദ്യം ശരിക്കുള്ള അതിർത്തിയിലേക്ക് തന്നെ പോകാനാണ് സുയിക തീരുമാനിച്ചതെങ്കിലും പിന്നീട് ഷാജിങ്ഷി ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി അവൻ ഒരു സംശയത്തിൻ്റെ പേരിൽ ഈ വഴി വന്നതായിരുന്നു. അങ്ങനെയാണ് അവന് കൃത്യമായിട്ട് അവരെ ട്രാപ്പിലാക്കാൻ പറ്റിയത്. വീറാനും അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സംഘവും സുയികയും കൂടെ ഉണ്ടായിരുന്ന ആളിനെയും അറ്റാക്ക് ചെയ്യുന്നു. അവർ തമ്മിൽ കാര്യമായ ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ വീറാൻ ഉൾപ്പെടെ എല്ലാവരെയും സുയിക തോൽപ്പിക്കുന്നു. അപ്പോഴാണ് അവനെ ഞെട്ടിച്ചുകൊണ്ട് പ്രിൻസസ് ഒരു കത്തി സ്വന്തം കഴുത്തിന് നേർക്ക് പിടിച്ചുകൊണ്ട് ഇവൻ്റെ മുന്നിലേക്ക് വരുന്നത്. തങ്ങളെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ താൻ അവിടെ വെച്ച് സൂയിസൈഡ് ചെയ്യുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. സുയിക അവളുടെ ഈ ഭീഷണി കാര്യമാക്കാതെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവൾ ശരിക്കും ആ കത്തി കൊണ്ട് തൻ്റെ കഴുത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. അത് കണ്ടതോടെ അവൻ പേടിച്ച് നിൽക്കുന്നു. അവളോട് കത്തി താഴെ ഇടാൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവളെ കാണിക്കുന്നത് വലിയ മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ് സുയിക അവളെ കൺവിൻസ് ചെയ്യിക്കാനൊക്കെ കുറേ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്കതൊന്നും മനസ്സിലാവുന്നില്ല.
തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു തവണയെങ്കിലും തന്നെ ജീവിക്കാൻ വിടാൻ പറഞ്ഞ് അവൾ അവനുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഷാജിൻഷി ആണെങ്കിൽ ഈ സമയമെല്ലാം വണ്ടിക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അവസാനം സുഖി അവനോട് നീ ഒരാണാണോ, നിനക്കിങ്ങനെ ഒരു പെണ്ണിനെ മുന്നിലേക്ക് വിട്ടിട്ട് അതിനുള്ളിൽ ഒളിച്ചിരിക്കാൻ നാണമില്ലേ എന്ന് വരെ ചോദിച്ചിട്ട് പോലും അവൻ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ തയ്യാറാവുന്നില്ല. അവസാനം സുഖി അവിടെ താഴെ കിടപ്പുണ്ടായിരുന്ന ഒരു വാൾ തട്ടി ആ വണ്ടിക്ക് നേരെ എറിയുന്നുണ്ട്. അങ്ങനെ ഷിയാങ്ങിൻ്റെ ശ്രദ്ധ തെറ്റിയ സമയത്ത് അവൻ ഓടിച്ചെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ച് മാറ്റുന്നു. പക്ഷെ അപ്പോഴേക്കും ഷാജിൻഷി വണ്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി വന്ന് അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. സുഖിയെ പെട്ടെന്ന് പിടിച്ച് മാറ്റിയതുകൊണ്ടാണ് ഷിയാങ്ങിന് അമ്പ ഏൽക്കാതിരുന്നത്. പക്ഷേ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഈ സമയത്ത് അവൻ്റെ കയ്യിൽ കൊണ്ട് അവൻ്റെ കൈ മുറിയുന്നുണ്ട്. ഷിയാങ് ഒരു സൈഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്യുന്നു. ഷാജിൻഷി വീണ്ടും അവനെ ലക്ഷ്യമാക്കി ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ സമയത്ത് ദൂരെ നിന്ന് മറ്റൊരു അമ്പ് പാഞ്ഞു വന്ന് അത് തട്ടിത്തെറിപ്പിച്ച് കളയുന്നു. അങ്ങനെയാണ് ആ അമ്പ് വന്ന സ്ഥലത്തേക്ക് രണ്ടുപേരും നോക്കുന്നത്. ഇക്ഷിയാവോ ആയിരുന്നു അവിടെ നിന്ന് ഷൂട്ട് ചെയ്തത്. അവിടെ ഒരു ചെറിയ കുന്നിന് മുകളിലായിട്ട് നിന്നാണ് ഇവരെ ലക്ഷ്യമാക്കി അമ്പ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അവളെ കണ്ട് ഷാജിൻഷി വീണ്ടും സുഖിയെ ലക്ഷ്യമാക്കി അമ്പ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും അവളത് തട്ടിത്തെറിപ്പിക്കുന്നു. എന്നിട്ട് അവന് നേരെ അമ്പ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ കുതിരവണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരുന്നു. പക്ഷെ അവൻ വീണ്ടും സുഖിയെ ലക്ഷ്യമാക്കി അമ്പ ചെയ്യാൻ നിൽക്കുകയാണ്. എൻ്റെ ചേട്ടനെ ഒന്നും ചെയ്യരുതെന്ന് ഷിയാങ് അവളോട് പറയുന്നുണ്ടെങ്കിലും അവനത് കാര്യമാക്കാതെ വീണ്ടും സുഖിയയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണ ഇക്ഷിയാവോ ഷാജിൻഷിയെ ലക്ഷ്യമാക്കി തന്നെ അമ്പ ചെയ്യുന്നു. അവളുടെ അമ്പ് അവൻ്റെ ദേഹത്ത് കൃത്യമായി കൊള്ളേണ്ടതായിരുന്നു. എന്തായാലും തക്ക സമയത്ത് വീറാൻ ഓടി വന്ന് അവൻ്റെ മുന്നിലേക്ക് നിൽക്കുന്നതിനാൽ വീറാൻ്റെ ദേഹത്താണ് അത് കൊണ്ടത്. സുഖിയയ്ക്ക് നേരെ ചെന്ന അമ്പ് അവൻ തട്ടി എറിയുന്നുണ്ട്. അതുകൊണ്ട് അവന് കുഴപ്പമൊന്നും പറ്റുന്നില്ല. ഇക്ഷിയാവോയുടെ കൈക്ക് ഇതുവരെ കണ്ടീഷൻ ഓക്കെ ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് അവൾ വളരെ ശ്രമപ്പെട്ടാണ് ഈ അമ്പുകളൊക്കെ ഷൂട്ട് ചെയ്തത്. സുഖിയ പിന്നെയും ഷാജിൻഷിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴും പ്രിൻസസ് അവൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് ചേട്ടൻ എന്നെ സഹോദരിയെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് പറയുന്നു. അങ്ങനെ സുഖിയയ്ക്ക് പിന്മാറേണ്ടി വരുന്നു. ഷാജിൻഷി ഈ അവസരം മുതലെടുത്ത് അവിടെ നിന്ന് എല്ലാവരെയും കൂട്ടി രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. സുഖിയുടെ കൂടെ ഉണ്ടായിരുന്ന ഇൻഫാങ് അവരെ തടയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇനി അതിൻ്റെ ആവശ്യമില്ല, അവരെ വിട്ടേക്കാൻ സുഖി അവനോട് പറയുന്നു. സുഖിയെ അവസാനമായിട്ട് എന്നോണം ഒരിക്കൽ കൂടി നോക്കി കരഞ്ഞുകൊണ്ടാണ് പ്രിൻസസ് വണ്ടിക്കുള്ളിലേക്ക് കയറിയത്. വേറാന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നതിനാൽ അവനെ കൂടി വണ്ടിക്കുള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവളുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് അവൾക്ക് വേണമെങ്കിൽ ഇപ്പോഴാണെങ്കിലും പിന്തിരിയാവുന്നതേ ഉള്ളൂ. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവുണ്ടാവില്ല. അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോവാൻ എന്ന് ഷാജിൻഷി ഇപ്പോഴും അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇനി എനിക്കൊരു തിരിഞ്ഞുപോക്കില്ല എന്ന് പറഞ്ഞ് പ്രിൻസസ് അവൻ്റെ കൂടെ പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ വണ്ടിയുടെ സൈഡ് ഡോർ തുറന്ന് സുഖിയെ നിൽക്കുന്നിടത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത്. സുഖിയെയും അവൾ പോകുന്നത് നോക്കി അവിടെ നിന്ന് കരയുന്നുണ്ട്. ലിൻസിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം ഇക്ഷിയാവോയുടെ കൈകൾക്ക് കുറച്ച് എനർജിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൾക്ക് ഇത്രയധികം ആരോ ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റിയത്. പക്ഷേ അങ്ങനെ എനർജി കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ആ കൈ ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്, അങ്ങനെ ഉപയോഗിച്ചാൽ ആ കൈ എന്നേക്കുമായിട്ട് ഉപയോഗമില്ലാത്ത രീതിയിൽ തളർന്നു പോകുമെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതാണ് ഇപ്പോൾ അവൾ തെറ്റിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആ കൈ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൾ എത്തുന്നുണ്ട്. ഷാജിൻഷിയുടെ ടീം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേറാന് പരിക്കേറ്റിരിക്കുന്നതിനാൽ അത് ഡ്രസ്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും അപ്പോഴേക്കും അവർക്ക് മുന്നിലേക്ക് ജിഷുവിലെ സൈനികർ എത്തുന്നുണ്ട്. ഇവരിങ്ങനെ സുഷയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന വിവരം അവിടുത്തെ രാജാവായിട്ടുള്ള ഷാജിങ്ങാൻ ഓൾറെഡി അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇവരെ അങ്ങോട്ടേക്ക് പിടികൂടി കൊണ്ടുചെല്ലാനായിട്ട് അവരെ പറഞ്ഞയച്ചതാണ്. അങ്ങനെ അതിർത്തിയിലേക്ക് രക്ഷപ്പെട്ടു പോകാമെന്നുള്ള ഷാജിൻഷിയുടെ പ്ലാൻ ആകെ കുളമായി. അവന് തലസ്ഥാന നഗരിയിലേക്ക് അവർക്കൊപ്പം പോവേണ്ടി വരുന്നുണ്ട്. രാജാവ് ഈ സമയം കൊട്ടാരം സഭയിൽ ഷാജിൻഷി ഇങ്ങനെ രക്ഷപ്പെട്ടു പോയതിൻ്റെ പേരിൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസേഴ്സിൻ്റെ മേൽ എല്ലാം പ്രഷർ കൊടുത്ത് ബഹളം വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ തങ്ങളുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല, പ്രിൻസസിൻ്റെ കയ്യിൽ ഒരു ടോക്കൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തങ്ങൾക്ക് അവരെ പാസ് ചെയ്ത് പോകാനായിട്ട് പെർമിഷൻ നൽകേണ്ടി വന്നതെന്ന് ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസർ അദ്ദേഹത്തെ അറിയിക്കുന്നു. അതോടെ പ്രിൻസസ് ആ ടോക്കൺ മോഷ്ടിച്ചതായിരിക്കണം എന്ന് പ്രൈം മിനിസ്റ്ററൊക്കെ പറയുന്നു. ചിന്തിച്ചു നോക്കിയപ്പോൾ അന്ന് അവൾ അവിടെ നിന്ന സമയത്ത് ആ ടോക്കൺ കൊണ്ടുവന്നതൊക്കെ രാജാവിനും ഓർമ്മ വരുന്നുണ്ട്. പ്രിൻസസ് അങ്ങനെ ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തെ വല്ലാതെ തളർത്തുന്നു. മടക്കയാത്രയിൽ സുഖിയെ വഴിയിലൊരിടത്ത് കിടന്ന് ഉറക്കമായിരുന്നു. പ്രിൻസസിൻ്റെ പെരുമാറ്റം കാരണം ആകെ തളർന്ന അവസ്ഥയിലായിരുന്നല്ലോ അവൻ. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഉറക്കമായത്. ഇക്ഷിയാവോ അവന് കൂട്ടായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ അവളുടെ ഷോൾ തന്നെ പുതപ്പിച്ചിരിക്കുന്നതും കയ്യിലെ മുറിവിൽ ആ തുണി കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നതുമൊക്കെ കാണുന്നുണ്ട്. തൊട്ടപ്പുറത്തായി തീ കൂട്ടിയിട്ട് അതിനടുത്തായിരിക്കുന്ന അവളെയും കാണുന്നു. അവൻ ഇങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോയത് കാരണം താനിങ്ങനെ കൂടെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്ന് പറയുന്നു. അവളോട് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാനായിരുന്നല്ലോ അവൻ പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്. പിന്നെ എങ്ങനെയാണ് അവൾ ഇവിടെ എത്തിപ്പെട്ടതെന്നൊക്കെ അവൻ ചോദിച്ചു മനസ്സിലാക്കുന്നു. പിന്നെ പ്രിൻസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാതെ പോയതിനെക്കുറിച്ചും അവൻ വളരെ വിഷമത്തോടെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അമ്മ മരിക്കുന്ന സമയത്ത് അവൾക്ക് 4 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയത്. പക്ഷെ എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. വിവാഹ ദിവസം അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് എന്തോ സംശയം തോന്നിയിരുന്നു. പക്ഷേ ഇതിനുള്ള പ്ലാനായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. അന്ന് ഞാൻ കുറച്ചുകൂടി അലേർട്ടായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ അവിടെ വെച്ച് തന്നെ അവരെ തടയാൻ സാധിച്ചേനെ എന്നൊക്കെ വിഷമത്തോടെ പറയുന്നുണ്ട്. ഇഷ്യാവ് തനിക്ക് പറ്റാവുന്നതുപോലെയൊക്കെ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ ആശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ ഷാജിൻഷിയെ മനസ്സിലാക്കിയെടുത്തോളം അവൻ വളരെ സെൽഫിഷും ക്രൂരനുമായിട്ടുള്ള ആളാണ്. ഇത്രയും നാൾ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് ഇക്ഷ്യാവയെ കൊല്ലാൻ പോലും അവൻ മടി കാണിച്ചില്ല. പിന്നെ അവൻ ഷിയാങ്ങിനോട് എന്ത് സ്നേഹം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാനാണ്. അവൾക്ക് അവിടുത്തെ ജീവിതം ഒരു നരകമായി തീരാനാണ് സാധ്യത. അവൾ ഒറ്റയ്ക്ക് എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും എന്നൊക്കെ അവൻ വീണ്ടും വിഷമത്തോടെ പറയുന്നു. എന്തായാലും ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചു കാലം അവൾ അവളുടെ സേഫായിരിക്കും. അപ്പോഴേക്കും എന്തെങ്കിലും വഴി കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞവൾ പിന്നെയും അവനെ സമാധാനിപ്പിക്കുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവളുടെ കൈ ഇത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നതിനെപ്പറ്റി അവൻ ചോദിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് സ്ട്രെങ്ത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് അവൾ പറയുന്നത്. അത് വിശ്വാസം വരാതെ കൈ കാണിക്കാൻ അവൻ പറയുന്നുണ്ടെങ്കിലും ഇവിടെ നല്ല കാറ്റുണ്ട്, നമുക്ക് ടെൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് ടെൻറ്റിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് അവൾക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നോക്കുന്നത്. അവളുടെ കൈ നേരെ പിടിക്കാൻ പോലും പറ്റാത്ത വിധം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കൈ ആകെ ചുമന്ന് തൊടുത്തിരിക്കുകയുമാണ്. ഇതാണോ നീ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നതെന്ന് ചോദിച്ച് അവൻ അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. ലിങ്ഫൻ കുറച്ച് ദിവസം മുമ്പ് നിന്നോട് പറഞ്ഞത് നീ മറന്നുപോയോ? ഈ കൈ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിന്റെ കൈ തളർന്നു പോകും, നിനക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്നൊക്കെ പറഞ്ഞാണ് അവൻ വഴക്ക് പറയുന്നത്. നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അടങ്ങി നിൽക്കാൻ കഴിയില്ല. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ എൻ്റെ കൈ തളർന്നു പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നവൾ പറയുന്നുണ്ട്. നീ അങ്ങനെ തളർന്നു പോകുന്നത് കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ തളർന്ന ഒരു അവസ്ഥയിലായി എന്ന് കരുതി എന്നെ ഒഴിവാക്കാനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് സൂര്യ, നീ ശ്രദ്ധിച്ച് കേട്ടോ, എൻ്റെ കൈ തളർന്നു പോയാലും എനിക്കതൊരു പ്രശ്നമല്ല. കാരണം കുറേ കാലമായിട്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് ശരിക്കും ഷോക്കായത് സൂര്യയാണ്. അവൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അവൾ അവളുടെ ഇഷ്ടം കൺഫേസ് ചെയ്തിരിക്കുകയാണല്ലോ. മുമ്പ് ആ തെരുവിൽ വെച്ച് അവൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളിനെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ ആ സമയത്ത് അവൾ ചിന്തിച്ചത് നേരത്തെ അവർ ഒരുമിച്ച് ആ ബോട്ടിൽ ചിലവഴിച്ച സമയത്ത് അവൻ ആ ഒഴുകി വന്ന വിഷ്ലാൻഡേനിൽ കണ്ട ആഗ്രഹമാണ് തൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞിരുന്നല്ലോ. ശരിക്കും അതിലെന്താണ് എഴുതിയിരുന്നതെന്ന് അവളും കണ്ടിരുന്നു. അവൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ അടുത്തിരിക്കുന്ന അവനൊപ്പം ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ കഴിയണമെന്നാണ് അവളും അന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അവനോടത് തുറന്ന് പറഞ്ഞില്ലെന്ന് മാത്രം. ഇപ്പോൾ അതെല്ലാം അവൾ തുറന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇത് സ്വയം അംഗീകരിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ എന്നെ എനിക്ക് പറ്റിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇത് സത്യമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ ആരും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിനി തളർന്നു പോയാലും ശരി, എനിക്ക് അവസാന ശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നവൾ പറയുന്നു. സൂര്യയ്ക്ക് പിന്നെ ഒന്നും കേട്ട് നിൽക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് അവളെ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അവൾ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് അവളാകെ ഷോക്കായതുപോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആദ്യത്തെ ആവേശം ഒന്ന് ഇറങ്ങിയപ്പോൾ പിന്മാറുന്നു. പക്ഷെ അത് കഴിഞ്ഞ് മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ രണ്ടുപേർക്കും കിസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും കിസ് ചെയ്യുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കിസ്സിങ് സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.